വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ഭാഗമാണ് സെപ്പറേഷൻ അല്ലെങ്കിൽ വേർപാട്. റോമലേഖനം പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു വേദഭാഗമാണ് ഈ 5-ാം അധ്യായത്തിൻ്റെ 12 തൊട്ട് അതിൻ്റെ അവസാനം വരെയുള്ള വേദഭാഗം, 21 വരെയുള്ള വേദഭാഗം. എത്രയും ലളിതമായി അത് മനസ്സിലാകുവാൻ ഉതകുന്ന വിധത്തിൽ ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. എന്ന് വെച്ചാൽ ഇന്ന് ആ ഭാഗം തീർത്തിട്ട് 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ഈ പഠനം ഇനിയും വളരെ രസകരമായ പഠനമാണ്. ഈ ഇന്നത്തെ ക്ലാസ്സുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പ്രായോഗികമായ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. വേർപാടിനുള്ള ബന്ധത്തിൽ നമ്മൾ അടുത്ത ക്ലാസ് തൊട്ട് ഏറെ പഠിക്കും. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ ഓർക്കണം, 5-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു പൗലോസിൻ്റെ കൂർമ്മബുദ്ധി, താത്വികമായി ചിന്തിക്കുന്ന ഒരു ചിന്തകൻ്റെ ചിന്തകൾ ഇവിടെ വെളിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം അതുകൊണ്ട് therefore എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് പറയുമ്പോൾ ഇതിന് മുമ്പിലുള്ള പോർഷൻസിൻ്റെ ചിന്താഗതികൾ മുഴുവനുണ്ട്. ഈ ഭാഗം വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ ഓർക്കണം, 2 വലിയ കുടുംബം അല്ലെങ്കിൽ 2 വലിയ സാമ്രാജ്യം, 2 കുടുംബത്തിന് 2 തലവന്മാർ, 2 great families and 2 federal heads. ആദം ആ ഫെഡറൽ ഹെഡാണ്. ഒരു വംശത്തിൻ്റെ തലവനാണ് ആദാം, മറ്റേ വംശത്തിൻ്റെ തലവൻ ക്രിസ്തുവാണ്. 2 വലിയ കുടുംബങ്ങളും ആ 2 കുടുംബങ്ങളുടെ 2 വലിയ ശിരസ്സും. നമ്മൾ ഓർക്കണം, ആദമിൽ ആയിത്തീർന്നവരാണ് മാനവരാശി മുഴുവൻ, ആദമിന്റെ വംശത്തിലാണ്. എന്നാൽ ഒരു വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ അംഗമാകുന്നത് ജനനത്താലാണ്. വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ നമ്മൾ വേറൊരു കുടുംബത്തിലേക്ക് ജനിക്കുകയാണ്, ദൈവഭവനത്തിലേക്ക് നമ്മൾ ജനിക്കുകയാണ്. ആ ദൈവഭവനത്തിലേക്ക് ജനിക്കുമ്പോൾ നമുക്ക് ആ വാക്യം, ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഇവിടെ വരാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 45 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. വേഴ്സ് 45 ഓൺവേർഡ്സ്. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അതിൻ്റെ 47-ാം വാക്യം. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. വളരെ ആശയം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദഭാഗമാണ്. 1-ാം മനുഷ്യൻ, ആദമിന് പേര് കൊടുത്തു 1-ാം മനുഷ്യൻ. എന്നാൽ അടുത്തായിട്ട് നമ്മൾ ഓർക്കണം, 1-ാം മനുഷ്യൻ 47-ാം വാക്യത്തിൽ ഭൂമിയിൽ നിന്നാണ്, മണ്ണുകൊണ്ടുള്ളവനാണ്. എന്നാൽ 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. വീണ്ടും എടുത്തു പറഞ്ഞു, 1-ാം മനുഷ്യനെ പേര് കൊടുത്തു, അവന് 1-ാം മനുഷ്യനായ ആദാം. എന്നാൽ 2-ാം മനുഷ്യൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പേരെന്താ? 45-ാം വാക്യം നോക്കിയേ, ഒടുക്കത്തെ ആദാം, ലാസ്റ്റ് ആദാം. എന്തിനാ ദൈവം അങ്ങനെ പറഞ്ഞത് ഒടുക്കത്തെ ആദാമെന്ന്? നോക്കുക, 2 ഗോത്രങ്ങളെ ഉള്ളൂ, 2 തലവന്മാരെ ഉള്ളൂ ഈ മാനവരാശിയെ പ്രതിനിധീകരിക്കാൻ. അതുകൊണ്ട് ഇനി ഒരു വംശം ഉണ്ടാകത്തില്ല, ഇനി ഒരു വംശം ഉണ്ടാകത്തില്ല. രക്ഷിക്കപ്പെട്ടവർ മുഴുവൻ 2-ാം മനുഷ്യനായ ആദാമിലാണ്, അല്ലെങ്കിൽ 2-ാം ഒടുക്കത്തെ ആദാമിലാണ് രക്ഷിക്കപ്പെട്ട എല്ലാവരും. അപ്പൊ 2 ഗോത്രങ്ങളേ ഉള്ളൂ, ഒന്നുകിൽ ക്രിസ്തുവില് അല്ലെങ്കിൽ ഒടുക്കത്തെ ആദാം. ഇനിയും ആദാം വേറെയില്ല. അതുകൊണ്ട് അവന് പേര് കൊടുത്തത് ഒടുക്കത്തെ ആദാം. 1-ാം മനുഷ്യൻ മണ്ണ് കൊണ്ടുള്ളവനാണ്. എന്നാൽ നമ്മൾ ഓർത്തതുപോലെ യേശുക്രിസ്തുവിനാണ്, അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. ഇനി നമുക്ക് തിരിച്ചു വരാം 5-ാം അധ്യായത്തിൽ. ഏതാണ്ട് ഇത് മനസ്സിൽ ഇരുന്നു കൊണ്ടാണ് നമുക്കിനി 5-ാം അധ്യായത്തിലേക്ക് 12 തൊട്ടുള്ള വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ട ഭാഗം എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. 12-ാം വാക്യം നോക്കിയാട്ടെ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം. മരണം ദൈവം സൃഷ്ടിച്ചതല്ല, മരണം ദൈവം സൃഷ്ടിച്ചതല്ല. ഇവിടെ നമ്മൾ വായിക്കുന്നു, മരണം കടന്നു വരികയാണ്. മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. മരണം ലോകത്തിൽ കടന്നു വന്നതിൻ്റെ കാരണം എന്നാ? ഏക മനുഷ്യന്റെ പാപമാണ്
ലോകത്തിലേക്ക് മരണം കടന്നു വരാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം മനുഷ്യനെ മരിക്കാനായിട്ട് സൃഷ്ടിച്ചല്ല, ജീവിക്കാൻ സൃഷ്ടിച്ചാണ്. എന്നാൽ അവനോട് പറഞ്ഞു, നീ ആ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ആ മരണം കണ്ടു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ആദമിൻ്റെ ഹവ്വയുടെയും ആദ്യത്തെ മകൻ ഏബേൽ മരിക്കുമ്പോൾ മരണമെന്തെന്നുള്ളത് അവർക്ക് മനസ്സിലായി. മരണത്തിൻ്റെ ആദ്യത്തെ പടി അവർ കണ്ടു. അവരുടെ സ്വന്തം മകൻ മരിച്ച് നിർജ്ജീവമായി കിടക്കുമ്പോൾ ആ മരണത്തിൻ്റെ ഗൗരവം അവർ അന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ ഓർത്തതുപോലെ മരിക്കുമെന്നുള്ളത് അവരോട് പറഞ്ഞു, എന്നാൽ അതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായില്ല. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തു. ഏക മനുഷ്യനാൽ പാപം കടക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ 1 തിമോഥെയോസ് 2:14 ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് കടന്നു പോകാം. മനുഷ്യനാലാണ്, സ്ത്രീയാലല്ല, മനുഷ്യനാലാണ് പാപം കടന്നതെന്ന് അവിടെ രേഖപ്പെടുത്തുമ്പോൾ 1 തിമോഥെയോസ് 2:14 വാക്യം, ആദമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അപ്പം സ്ത്രീ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെടുകയായിരുന്നു. ഷീ വാസ് ഡിസീവ്ഡ്. ആദം ഡിസീവ്ഡ് ആയോ? ആദം ഡിസീവ്ഡ് ആയതല്ല, ഔവ്വ ഡിസീവ്ഡായി. ഔവ്വ വഞ്ചിക്കപ്പെട്ടു, ലംഘനത്തിലകപ്പെട്ടു. അവളെ കബളിപ്പിച്ചാണ് അവള് ആ വഞ്ചന ചെന്ന് അകപ്പെട്ടത്. ആദം വഞ്ചിക്കപ്പെട്ടിട്ടല്ല പാപം ചെയ്തത്. ആദം വിൽഫുള്ളി പാപം ചെയ്യുകയായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ തിരുവചനത്തെ പരിശോധിക്കുമ്പോൾ നമുക്കൊരു സത്യം കാണാൻ സാധിക്കുന്നു. ആദം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നിഴലാണ്. യേശുക്രിസ്തുവിൻ്റെ നിഴലാണ് ഈ ആദാം. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മളിപ്പം പഠിക്കാൻ പോകുക 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദമെന്ന് വായിക്കുന്നുണ്ട്. പ്രതിരൂപം, ടൈപ്പായിരുന്നു. ആദം ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പാണ്. അനേക വസ്തുതകൾ ആ ടൈപ്പിൽ പഠിക്കാൻ. എന്നാൽ ഇവിടെയുള്ളത് മാത്രം നമുക്ക് നോക്കാം. നമ്മൾ ഓർക്കണം, ആദമിനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ അവന് സംസർഗം നടത്തുവാൻ ആരുമില്ല, അവന് സംസാരിപ്പാൻ ആരുമില്ല, അവനെ പോലെ ഇരിക്കുന്ന വേറെ ഒരു സഹജീവിയില്ല. മറ്റെല്ലാ സൗകര്യങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്. ഭൂമിയിലെ സമൃദ്ധിയായ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്. നല്ല പൂന്തോപ്പുകളൊക്കെ കാണുമ്പോൾ, നല്ല ഗാർഡൻസൊക്കെ കാണുമ്പോൾ ഏത് മനുഷ്യനും ഇഷ്ടമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ലോകത്തെ വാക്കുകൊണ്ടാണ് നിർമ്മിച്ചത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു, ഏദൻ തോട്ടം ദൈവം നട്ടുണ്ടാക്കിയതാണ്. ഗോഡ് പ്ലാന്റഡ് എ ഗാർഡൻ. ഒരു നിമിഷം തോർത്തു നോക്കിയേ, ഇന്ന് ഗാർഡനേഴ്സിനെ വിളിച്ച് നമ്മൾ വീട്ടിൻ്റെ അല്പസ്ഥലമൊക്കെ ഉള്ളത് ചില പൂന്തോപ്പുകളൊക്കെ ഉണ്ടാക്കും. ആ ഗാർഡനേഴ്സ് കഴിവുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ മനോഹരമായി സൃഷ്ടിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം കൈകൊണ്ട് നട്ട പൂന്തോപ്പ് എത്ര മനോഹരമായിരുന്നു. വാക്കുകൊണ്ടല്ല ഏദൻ തോട്ടം നിർമ്മിച്ചത്. ദൈവം തിരുവചനത്തിൽ വായിക്കുന്ന ഈ പ്ലാന്റഡ് എ ഗാർഡൻ, അവൻ കരം കൊണ്ട് നിർമ്മിച്ചതാണ് ആ പൂന്തോപ്പ്. അവിടെ മനുഷ്യനെ കൊണ്ടുവന്നാക്കുകയാണ്. എല്ലാം ഉണ്ട്. ദൈവം പ്ലാൻ ചെയ്ത ഗാർഡൻ, അവന് ആവശ്യമുള്ള പഴങ്ങളും സമൃദ്ധമായ എല്ലാം ലഭിച്ചു. പക്ഷേ അവന് സംസർഗം നടത്തുവാൻ ആരുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ ഗാർഡൻ നിദ്ര കഴിഞ്ഞ് ഹവ്വയെ ആദ്യം സൃഷ്ടിച്ച് ദൈവം അവൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവൻ്റെ വികാരം എങ്ങനെയായിരുന്നു? ഞാൻ വായിച്ചു, ഒരു ഭാഷയിലും അത് വിവർത്തനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സൈമ്യ സാറൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചു വേദവിഹാരത്തിൽ. സൈമ്യ സാറിൻ്റെ ഭാഷയിൽ ചന്ദ്രനെ വെടിഞ്ഞ് ആ മൂടിഞ്ഞിറങ്ങി വന്നൊരു സ്ത്രീയായിട്ട് നിൽക്കുകയാണോ നോക്കി ആ പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത്. ഞാനൊരു ഇംഗ്ലീഷ് പാരഫ്രൈസ് വേർഷൻ വായിച്ചപ്പോൾ ആ ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തി, ആദമിൻ്റെ ആദ്യത്തെ വാക്ക് ഹവ്വയെ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവനെ പോലെ തന്നെ ഇരിക്കും. ഇതെൻ്റെ അസ്ഥയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാണെന്ന് പറഞ്ഞപ്പോൾ ഹവ്വയെ എത്രമാത്രം സ്നേഹിച്ചു, എത്രമാത്രം സ്നേഹിച്ചു. നമ്മൾ ചിന്തിക്കുന്നതിലുപരിയായിട്ട് അവളെ സ്നേഹിച്ചു. മാത്രമല്ല, അവൾ സൗന്ദര്യപൂർണ്ണതയുള്ളൊരു സ്ത്രീയായിരുന്നു. കാരണം എന്നാ, പാപത്തിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതാണ്. 2, ദൈവമുണ്ടാക്കിയതാണ്, ദൈവത്തിൻ്റെ കരം. അതിൽ കൂടുതൽ സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ ലോകത്തിലുണ്ടായിട്ടില്ല. ദൈവം തന്നെ നേരിട്ട് സൃഷ്ടിച്ച് പാപം ചെയ്യുന്നതിന് മുമ്പ് ആ സ്ത്രീയുടെ സൗന്ദര്യം നമുക്ക് ചിന്തിപ്പാൻ കഴിയില്ല. ആദം എത്രമാത്രം അവളെ സ്നേഹിച്ച് കാണും.
എന്നാൽ അവൾ പോയി വഞ്ചിക്കപ്പെട്ട് പഴം പറിച്ചു തിന്നു. അവിടെ ശോഭ നഷ്ടപ്പെട്ട് അവൻ്റെ മുന്നിൽ വന്നപ്പോൾ അവൻ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ അവളെ മറന്നു കളയുക. അവൾ മനഃപൂർവ്വം അവൻ പാപം ചെയ്തു. ആദം മനഃപൂർവ്വം ആ പഴം പറിച്ചു തിന്നു. അല്ലെങ്കിൽ ആദമിന് നഷ്ടപ്പെടാൻ പോവുകയാ, ഈ അവയോടുള്ള ഫെലോഷിപ്പ് നഷ്ടപ്പെടാൻ പോവുകയാ. മനുഷ്യനെ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ചത്? അവൻ മുഖാന്തരം അവനായി സൃഷ്ടിച്ചു. സ്വർഗത്തിലെ ദൈവം, ദൈവത്തിൻ്റെ പുത്രൻ, അവൻ നമ്മുടെ കൂട്ടായ്മ അനുഭവിപ്പാൻ, നമ്മളോടുള്ള സംസർഗം ആഗ്രഹിച്ചുകൊണ്ട് അവൻ എന്തിനു പറയുന്നു? അവൻ വിധേയപ്പെടുകയാണ്. നമ്മൾ പാപം ചെയ്തു, അവൻ സൃഷ്ടിച്ച നമ്മൾ പാപം ചെയ്ത് നഷ്ടപ്പെട്ടപ്പോൾ ഒന്നുകിൽ നമ്മളെ വേണ്ട എന്ന് വെക്കാം, എന്നാൽ സ്നേഹം അവനെ നിർബന്ധിച്ചു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, നാം 2 കൊരിന്ത്യരിൽ വായിക്കുന്ന പോലെ പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. അവൻ മനഃപൂർവ്വം, ആദം മനഃപൂർവ്വം ആ ലംഘനത്തിൽ അകപ്പെട്ടതുപോലെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെടുവാൻ തന്നെ ഏൽപ്പിക്കാൻ, നമ്മളെ നേടുവാൻ. നമ്മോടുള്ള സ്നേഹമാണ് അതിൻ്റെ പുറകിൽ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമ്മൾ വീണ്ടും ഇവിടെ ഓർക്കണം, ഈ ആദം പാപം ചെയ്തപ്പോൾ എല്ലാ മനുഷ്യവർഗവും പാപം ചെയ്തെന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വാക്യം നോക്കട്ടെ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണ ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തു. ഇത് പേഴ്സണൽ സിന്നല്ല. പാപം 2 വിധത്തിൽ പാപത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും ജന്മപാപമെന്നും കർമ്മപാപമെന്നും പറയും. ചെയ്ത് പാപിയാകുന്നതല്ല, ജന്മനാൽ പാപിയാകുന്നതാണ് ജന്മപാപം. ഇവിടെ നമ്മൾ വായിച്ച പോലെ ആദമും ആദമിൻ്റെ മക്കളും തമ്മിൽ മാൻകൈൻഡ് ഈസ് എന്താ പറയേണ്ടത്, സോ ക്ലോസ്. ആ മാനവരാശിയുടെ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്, വേദപുസ്തകത്തിൻ്റെ പഠിപ്പിനനുസരിച്ച് ദേ ആർ വൺ. മാനവരാശി ദൂതഗണങ്ങളല്ലേ? ദൂതഗണങ്ങൾ, ദൈവത്തിന് അനേക വിധത്തിലുള്ള ദൂതഗണങ്ങളുണ്ട്. സെറാഫുകളുണ്ട്, ഖെരൂബുകളുണ്ട്, ദൈവത്തിന് പല വിധത്തിലുള്ള ദൂതന്മാരുണ്ട്. കർത്താവിൻ്റെ ജനനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൂതന്മാരുടെ ഒരു സംഘം പാട്ടുപാടുന്നവർ വന്ന് പാട്ടുപാടുന്നു. അങ്ങനെ പാട്ടുപാടുന്ന ദൂതന്മാരുണ്ട്. ഒരുപാട് ദൂതന്മാരെ തിരുവചനത്തിൽ വായിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ ജലാധിപതിയായ ദൂതൻ, സൂര്യൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ, തീയുടെ മേൽ അധികാരം കൊടുക്കുന്ന ദൂതൻ, കാറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാർ, ഇങ്ങനെ അനേക ദൂതന്മാരുടെ ശുശ്രൂഷകൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് അനേക ദൂതഗണങ്ങളുണ്ട്, ശുശ്രൂഷ ആത്മാക്കളുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കണം, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ മാനവരാശിയെ ദൈവം കാണുന്നത് ആസ് വൺ, ഒരു യൂണിറ്റായിട്ടാണ്. അവനെ ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവൻ്റെ തലവൻ ചെയ്തത് അവൻ്റെ വംശത്തിനും അത് ബാധകമായി മാറി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വളരെ പ്രാധാന്യത അർഹിക്കുന്ന 2 ഭാഗം ഞാൻ എടുക്കുകയുണ്ടായി. ഓടിച്ച ഭാഗം ഒന്നുകൂടെ നമുക്ക് ആർക്കെങ്കിലും അത് വ്യക്തമായിട്ടില്ലെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കാം. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. എബ്രായലേഖനം 7-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 7. തിരുവചനം കൊണ്ട് തന്നെ വിലയിരുത്തുമ്പോൾ നമുക്കത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എബ്രായലേഖനം 7-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം. എബ്രായലേഖനം 7-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നുവെന്ന് ഒരു വിധത്തിൽ പറയാം. അവൻ്റെ പിതാവായ മൽക്കിസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. സൊദോം ഗൊമോറ, ലോത്തിനെയും അവൻ്റെ ആളുകളെയും അബ്രഹാം വിടുവിച്ചു വരുമ്പോൾ മൽക്കിസദേക്ക് എതിരേൽക്കുകയാണ്. മൽക്കിസദേക്ക് സാലേം രാജാവാണ്, ദൈവത്തിൻ്റെ മഹാപുരോഹിതനാണ്. ദശാംശം കൊടുക്കുന്നു അബ്രഹാം. അബ്രഹാമിൻ്റെ കൊച്ചുമകനായ ലേവി ജനിച്ചിട്ടില്ല. അബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ ലേവി ജനിച്ചിട്ടില്ല. അബ്രഹാമിൻ്റെ മകനായ, ഇസാക്കിൻ്റെ മകനായ, യാക്കോബിൻ്റെ മകനാണ് ലേവി. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ലേവി വംശം ജീവിക്കുന്നത് ദശാംശം മേടിച്ചാണ്. എന്നാൽ അബ്രഹാം ദശാംശം മൽക്കിസദേക്കിന് കൊടുത്തപ്പോൾ ലേവിയും കൊടുത്തെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? കാരണം അവൻ കൊടുത്തപ്പോൾ അവൻ്റെ കടിപ്രദേശത്ത് അവനിൽ ഉണ്ടായിരുന്നു ലേവി ഗോത്രം. ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. അങ്ങനെയൊക്കെയാണെങ്കിൽ
ദൈവം ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നാഥനെന്ന് പറയുന്ന ആളൊക്കെ എങ്ങനെ ജീവിക്കണം? യെസ്, എ ഫാദർ, ഹീസ് ദ ഹെഡ് ഓഫ് എ ഫാമിലി. തിരുവചനത്തിൽ വായിക്കുന്നു, ഹീസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി, ഹീസ് അക്കൗണ്ടബിൾ ടു ഗോഡ് ഫോർ ഹിസ് ഫാമിലി. അവൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് കണക്ക് കൊടുക്കാൻ നിൽക്കുന്ന മനുഷ്യനാണ് ആ പുരുഷൻ. ശിരസാക്കി എന്നൊക്കെ പറയുമ്പോൾ വെറുതെ അല്ല. നോക്കുക, അത് ആ കുടുംബത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഓർത്തതുപോലെ ദൈവത്തിൻ്റെ ആ പ്രിൻസിപ്പിൾ നമ്മളിവിടെ പഠിപ്പിക്കാം. മറ്റൊരു ഭാഗം നമ്മൾ കണ്ടു. ആഖാൻ പാപം ചെയ്തപ്പോൾ, ആഖാൻ പാപം ചെയ്തു. ആഖാനും അവൻ്റെ കുടുംബമാണ് ചെയ്തത്. പക്ഷേ ദൈവം പറഞ്ഞ എന്നാ? ഇസ്രായേൽ പാപം ചെയ്തു. ഇസ്രായേൽ പാപം ചെയ്തു. മനുഷ്യന് അങ്ങനെ ബന്ധപ്പെട്ടവരാണ്. നമ്മൾ ഓർക്കണം, ആദമിൽ മാനവരാശി എല്ലാവരും ഒന്നായിരിക്കുന്നു എന്ന് ദൈവം ഈ ഭാഗം കൊണ്ട് നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ പാപം അങ്ങനെ ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും അങ്ങനെ മനുഷ്യൻ പാപം ചെയ്യുകയാണ്. മനുഷ്യൻ പാപികളായി മാറിയത് ആദമിൻ്റെ പാപം മൂലമാണ്. സകല മനുഷ്യരിലും പരന്നു, മരണം സകല മനുഷ്യരിലും പരന്നു. അവിടെ നോട്ട് ചെയ്യണം, മരണം കടന്നു, പരന്നു. ലോകത്തിൻ്റെ എല്ലാ കോണും നോക്കി. നമ്മൾ പ്രായം ചെല്ലുന്തോറും ഈ കൂടുതൽ പത്രം കിട്ടിയാൽ ആദ്യം നോക്കുന്ന കോളം ഏതാണെന്നറിയാം. പെട്ടെന്ന് നോട്ട് ചെയ്യുന്നൊരു കോളമുണ്ട്. അത് പ്രായം ചെല്ലുമ്പോഴേ അറിയുള്ളൂ. ചെറുപ്പത്തിലൊന്നും അത്ര ശ്രദ്ധിക്കുകയില്ല. ഈ മരിച്ചവരുടെ കോളം ഇങ്ങനെ ഓടിച്ച് നോക്കും. അത് പ്രായം ചെന്ന ആരെ ശ്രദ്ധിച്ചാലും നമുക്കറിയാം, അവരത് നോക്കും. കാരണം മരണമെന്നുള്ളത് അവർ ചിന്തിക്കാനായിട്ട് സീരിയസ് ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ മനോരമ പത്രം വായിക്കുമ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ ഓരോ എഡീഷൻ എടുത്താലും വേറെ വേറെ പടങ്ങളാണ്. അപ്പം എന്തുമാത്രം മനുഷ്യരാണ് ഒരു ദിവസം മരിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിൽ വന്ന് ചെന്നേ എത്ര മനുഷ്യരാണ് മരിക്കുന്നത്. ഓരോ ദിവസവും മരിക്കുന്ന മനുഷ്യരെത്ര, എങ്ങനെ, ഏതെല്ലാം വിധത്തിൽ മനുഷ്യൻ മരിക്കുകയാണ്. ആ മരണം നമ്മളിവിടെ വായിച്ച പോലെ അതങ്ങ് പരന്നിരിക്കുകയാണ്. അത് നമ്മൾ കുറച്ചുകൂടെ അത് കാണാൻ പോവുകയാണ്. ഈ 12-ാം വാക്യത്തെ അതിൻ്റെ പിന്നെ അടുത്ത വാക്യം അത് എത്രമാത്രം ഗൗരവപൂർണ്ണമാണെന്ന് ശരിയാണെന്നുള്ളതും നമ്മളെ കാണിച്ചറിയാണ് അടുത്ത വാക്യങ്ങളിലൂടെ പൗലോസ്. അടുത്ത വാക്യങ്ങളിലൂടെ അത് കാണിക്കുകയാണ്. അല്ലെങ്കിൽ ഈ 13-14 വാക്യം ആ പറഞ്ഞത് പ്രൂവ് ചെയ്യുക. 13-14 വാക്യം നോക്കിയാട്ടെ. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും നോക്കുക, ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോകാം. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. മോശ ന്യായപ്രമാണം കൊടുക്കുന്നതിന് 2500 വർഷം മുമ്പാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. ആദം സൃഷ്ടിക്കപ്പെട്ട് ഓൾമോസ്റ്റ് 2500 ഇയേഴ്സ് കഴിഞ്ഞു സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വെച്ച് ദൈവം ന്യായപ്രമാണം കൊടുത്തത്. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താണെന്നറിയാമോ? പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? ആദം പാപം ചെയ്ത പോലെ മാനവരാശിയുടെ മേൽ ദൈവത്തിന് ചുമത്തുവാൻ കഴിയില്ല. ആദമിനോട് പറഞ്ഞു തിന്നരുതെന്ന് പറഞ്ഞു, ആദം തിന്നു. അത് ലംഘനമായിരുന്നു. അങ്ങനെ ഒരു കുറ്റം മനുഷ്യൻ്റെ മേൽ ചുമത്തുവാൻ ദൈവത്തിന് കഴിയില്ല 2500 വർഷത്തോളം. എന്തിനാ പൗലോസ് അത് പറഞ്ഞത്? ആദം പാപം ചെയ്ത പോലെ മാനവരാശി പാപം ചെയ്യാത്ത കാലഘട്ടത്തിൽ പോലും മനുഷ്യൻ മരിച്ചിരുന്നു എന്നതിൻ്റെ കാരണം പൗലോസിൻ്റെ ചിന്ത ഓർക്കണം. അത് തെളിയിക്കുകയാണ്. എന്താ മരിച്ചതിൻ്റെ കാരണം? ആദം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപികളായി തീർന്നുകൊണ്ടാണ് മരിക്കുന്നത്. പാപം ചെയ്യാത്ത കുഞ്ഞും മരിക്കുന്നു. ആദമിലുള്ള പാപമാണ് ആ കുഞ്ഞിലും ബാധകമായത്. പൗലോസ് അത് തെളിയിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരികയാണ്. റോമലേഖനം 4:15 നോക്കിക്കാട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 15-ന്റെ 2-ാമത്തെ പോർഷൻ. ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനവുമില്ല. ന്യായപ്രമാണമില്ലാത്തിടത്ത് ലംഘനമില്ല. ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗമാണ്. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളതിൻ്റെ പ്രതിരൂപമായി ആദമിൻ്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. നോക്കുക, ആദമിൻ്റെ ലംഘനം പോലെ ലംഘനം ചെയ്യാത്തവരിലും
പാപം മരണം വാണു. കാരണം ആദം പാപം ചെയ്തുകൊണ്ടാണ്. ആദം പാപം ചെയ്തപ്പോൾ അത് വന്നു. എന്നാൽ ഇവിടെ വേറൊരു സത്യം നോക്കാട്ടെ. അവിടെ ഒരു പ്രത്യേക പദപ്രയോഗം വളരെ പ്രാധാന്യതയുള്ളതാണ്. നമ്മളവിടെ വായിക്കുന്നു, വരുവാനുള്ളവൻ്റെ പ്രതിരൂപം. ആദമിനെ എടുത്ത് പറയുകയാണ് ക്രിസ്തുവിൻ്റെ പ്രതിരൂപം, എ പാറ്റേൺ ഓഫ് ദ വൺ ടു കം. പാറ്റേൺ എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ടിപ്പോസ്, ടൈപ്പ് എന്നാണ്. ടൈപ്പ്, ദൃഷ്ടാന്തം. നമ്മൾ ഒത്തിരി അങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇല്ലയോ? ലേവ്യ യാഗങ്ങൾ, യഹോവയുടെ ഉത്സവങ്ങൾ, സമാഗമന കൂടാരം, അതൊക്കെ ടൈപ്സുകളാണ്. നമ്മളെ പഠിപ്പിക്കുന്ന, സത്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ഇവിടെ ബൈബിൾ തന്നെ എടുത്ത് പറയുന്നു, വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദം. ആദം ഈസ് എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത്? ആദം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പാറ്റേണായി മാറുന്നത്? ഇവിടെ നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സിമിലാരിറ്റിയും ഏതാണ്ട് 3 ഡിസിമിലാരിറ്റിയും. ഒരു കാര്യം, ഇവർ രണ്ടിലും താരതമ്യമുണ്ട്. എന്താ താരതമ്യം എന്നറിയാമോ? ഒരാൾ പാപം ചെയ്തപ്പോൾ അതെല്ലാവരെയും ബാധിച്ചു. യേശുക്രിസ്തുവിൻ്റെ അനുസരണവും വീണ്ടെടുപ്പും മൂലം അനേകരെ നീതീകരിക്കപ്പെടുന്നു. രണ്ടുപേരുടെയും ജീവിതം അതിൻ്റെ സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കുന്നത് ഒരു കാര്യമാണ്. അവർ ചെയ്തത് അനേകരെ ബാധിച്ചു. 3 ഡിസിമിലാരിറ്റി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കിയാട്ടെ, ആദം ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. അതിൻ്റെ എന്താ കാരണമെന്ന് നോക്കാം. വളരെ മനോഹരമായ ചില ചിന്തകൾ അവിടെയുണ്ട്. 14-ാം വാക്യം, എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദമിൻ്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. നമ്മളിപ്പം ചിന്തിച്ചു കഴിഞ്ഞു അത്. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യം കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ആദം ചെയ്ത ലംഘനവും കൃപാവരത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. ഈ അധ്യായത്തിൽ ഗ്രേസ് 8 പ്രാവശ്യം, ഗിഫ്റ്റ് എന്നുള്ളത് 2 പ്രാവശ്യം പറയുന്നു. ഗിഫ്റ്റ് എന്നുള്ളത് 2 പ്രാവശ്യവും ദാനമെന്നുള്ളതും കൃപയെന്നുള്ളത് 8 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കൃപയും ദാനവും, യേശുക്രിസ്തുവിലൂടെ വന്നത് കൃപയും ദാനവും, അത് ഊന്നി പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അവിടെ പറയുമ്പോൾ ഒരു പ്രത്യേക ഭാഗം പ്രത്യേകം നോക്കുക. ആ 15-ാം വാക്യം, എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. അവർ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. രണ്ടുപേരും ചെയ്തത് പ്രതിരൂപമാണ്. ആദം ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. അവർ രണ്ടുപേരും ചെയ്തത് അനേകരുടെ ജീവിതത്തെ ബാധിച്ചു. എന്നാൽ അടുത്താണ്ട് പൗലോസ് പറയാ, ലംഘനത്തിൻ്റെ കാര്യം കൃപാവരത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. പിന്നെന്തുവാ? ഏകൻ്റെ ലംഘനം അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യൻ്റെ യേശുക്രിസ്തുവിൻ്റെ കൃപയുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അല്പനിമിഷം നമുക്ക് അവിടെ നോക്കാം. ഹൃദയം സന്തോഷിക്കുന്ന ചില ചിന്തകൾ അവിടെ കാണാൻ സാധിക്കും. ഇവിടെ എടുത്ത് പറയുമ്പോൾ ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. നമ്മൾ വായിച്ച 11 തൊട്ടുള്ള വാക്യത്തിൽ 2 പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 5 പ്രാവശ്യം ഈ അധ്യായത്തിൽ ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മച്ച് മോർ, അധികമായി കവിഞ്ഞിരിക്കുന്നുവെന്ന് 5 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. വാക്യം ഞാൻ പറയാം, വേണമെങ്കിൽ നോട്ട് ചെയ്തു. 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യവും 10-ാം വാക്യവും. പിന്നെ ഇപ്പം നമ്മൾ വായിച്ചെടുത്ത് ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ 15, 17, 20 നമ്മൾ അത് കാണുന്നുണ്ട്. ഇവിടെ മച്ച് മോർ എന്നുള്ള, അധികം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നു. അതിൽ 9ഉം 10ഉം വാക്യത്തിൽ നമ്മൾ പഠിച്ചതാണ് എത്രയധികമായി രക്ഷിക്കപ്പെടും. 9-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലുമുണ്ട് എത്രയധികമായി രക്ഷിക്കപ്പെടും, എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അത് ഭാവിയിൽ നമുക്ക് ലഭിക്കുന്ന രക്ഷയുള്ള ബന്ധത്തിൽ പറഞ്ഞതാണ്. എത്രയധികമായി രക്ഷിക്കപ്പെടും. നമ്മുടെ രക്ഷയുടെ ഉറപ്പ് നമുക്ക് തരികയാണ്. എന്നാൽ ഇപ്പോൾ വായിച്ച ഈ 11 തൊട്ടുള്ള വാക്യം നോക്കിയാൽ 15-ാം വാക്യത്തിലും മച്ചുമോറെന്നും 17-ാം വാക്യത്തിൽ മച്ചുമോറെന്നും 20-ാം വാക്യത്തിലും മച്ചുമോറെന്ന് പറയുന്നു. 3 എടുത്ത് പറയുന്നു. ഇപ്പം നമ്മൾ വായിച്ച 15-ാം വാക്യം നോക്കിയാട്ടെ, എത്രയധികമായി. ഇവിടെ പൗലോസ് പറയുകയാണ്, ലംഘനത്തിൻ്റെ കാര്യം കൃപാവരത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. അവിടെ ഡിസിമിലാരിറ്റി ഉണ്ട്. അവിടെ ഒരുപോലെയല്ല, അതിനകത്ത് ഒരു ഏകത കാണുന്നില്ല. എന്താണ് പിന്നെ ഇവിടെ ഉള്ളത്? ഇവിടെ ക്രിസ്തുവിൻ്റെ, നമ്മൾ ഓർക്കണം,
ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏകൻ്റെ ലംഘനം അനേകർ മരിച്ചു, ദൈവകൃപയും ഏകമനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും. ആ വാക്യത്തിൽ തന്നെ 3 പ്രാവശ്യം കൃപ എന്നുള്ള വാക്ക് വരുന്നുണ്ട്. ഗോഡ്സ് അൺമെറിറ്റഡ് ഫേവർ. നാം 5-ാം അധ്യായം തുടങ്ങിയപ്പോൾ വായിച്ചു, ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനം ലഭിച്ചു. നമ്മളെ പ്രവേശിപ്പിച്ചെന്ന് മാത്രമല്ല, കൃപയുടെ ദാനം, കൃപയുടെ ദാനം, ഗിഫ്റ്റ് ഓഫ് ഗ്രേസ്. യേശുക്രിസ്തു നമുക്ക്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ്. ആദം ലംഘനം ചെയ്തപ്പോൾ നാം പാപികളായി തീർന്നു. പക്ഷെ അതുപോലല്ല, ക്രിസ്തുവിൻ്റെ അനുസരണം, ക്രിസ്തുവിൻ്റെ നീതീകരണം ദൈവം മുമ്പിൽ അത് സാധിപ്പിച്ചു. സ്നാപയോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ ചെല്ലുമ്പോൾ സ്നാപയോഹന്നാൻ പറഞ്ഞു, നിന്റെ കൈക്കീഴിൽ ഞാനാണ് സ്നാനപ്പെടേണ്ടത്. ഇങ്ങനെ സകല നീതി നിവർത്തിക്കപ്പെടണം. അവൻ അവിടെ സ്നാനപ്പെടുകയാണ്. സ്നാനജലത്തിൽ എല്ലാ നീതിയും നിവർത്തിക്കപ്പെടണം. ആക്റ്റീവ് ആൻഡ് പാസീവ് റൈച്ചസ്നെസ് എല്ലാം ചെയ്യേണ്ടതും എല്ലാം ആ കർത്താവ് ചെയ്തു തീർത്ത് മനുഷ്യന് വേണ്ടി ആ നീതീകരണം മുഴുവൻ നിർവഹിച്ചു. അവസാനം മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ അവൻ മരിച്ച് നമ്മുടെ നീതീകരണം നിവർത്തിച്ചു. ദൈവം അവനിൽ പ്രസാദിച്ചുകൊണ്ടാണ് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് അവൻ കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും, പിതാവ് എൻ്റെ ആത്മാവിനെ നിൻ്റെ കരത്തിൽ തരുതെന്ന് പറഞ്ഞ് അവൻ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചപ്പോൾ, നാം തിരുവചനത്തിൽ വായിക്കുന്നു, അവനെ ദൈവം ഉയർപ്പിച്ചപ്പോൾ, ശക്തിയോട് ഉയർപ്പിച്ചപ്പോൾ, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കുക മാത്രമല്ല, എൻ്റെ നിങ്ങളുടെയും ആ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം. സോന്മാരെ, വളരെ അധികം നമ്മളെ ആശ്വസിപ്പിക്കണം. ഇവിടെ പൗലോസ് പറഞ്ഞ വാക്കിനകത്ത് ശ്രദ്ധിക്കണം, ഇത് ഡിസിമിലാരിറ്റി ഉണ്ട്. ആദം പാപം ചെയ്തപ്പോൾ പാപികളായി തീർന്നു. അതുപോലല്ല ക്രിസ്തുവിൻ്റെ, നാം ഓർത്തതുപോലെ കൃപയാലുള്ള ദാനം, അത് അനേകർക്ക് ഏറ്റവും അധികം കവിയുന്നു. മച്ച് മോർ. ആ വാക്ക് ഞാൻ കാണിക്കാം, പ്രവചനത്തിലും കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നോക്കിയാട്ടെ. പ്രവചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓ, നമ്മുടെ രക്ഷയുടെ വലിപ്പം, ഇതിൻ്റെ മഹത്വം, ക്രിസ്തുവിൻ്റെ മഹത്വം, അവൻ്റെ വേലയുടെ മഹത്വം നമ്മൾ ധ്യാനിക്കും തോറും മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 53, യെശയ്യാ 53, അതിൻ്റെ 11-12 വാക്യം നോക്കിയാട്ടെ. 11-12 വാക്യം. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. അടുത്ത ഭാഗം, നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ പോവുക. ബൈ ഹിസ് നോളജ് മൈ റൈച്ചസ് സെർവന്റ് ഷാൽ ജസ്റ്റിഫൈ മെനി. അനേകർ. 12-ാം വാക്യം നോക്കിയാട്ടെ. 12-ാം വാക്യം, അതുകൊണ്ട് ഞാൻ അവനെ മഹാന്മാരോട് ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവർ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ച് അധികന്മാർക്ക് ഇടനിന്നും കൊണ്ട് അധികം എണ്ണപ്പെടുകയാൽ തന്നെ. അവിടെ ഇംഗ്ലീഷ് വായിക്കുന്നു, ആൻഡ് ഹി ബോർ ദ സിൻസ് ഓഫ് മെനി. മർക്കോസ് 10:45. ആ ഫോർ മെനി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. മനുഷ്യപുത്രനെ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഫോർ ഈവൻ ദ സൺ ഓഫ് മാൻ ഡിഡ് നോട്ട് കം ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ് ആൻഡ് ടു ഗിവ് ഹിസ് ലൈഫ് ഫോർ റാൻസം ഫോർ മെനി. അനേകർക്ക് വേണ്ടി. വീണ്ടും നമ്മൾ വന്നാട്ടെ, അനേകർക്ക് വേണ്ടി. നമ്മളിപ്പോൾ ഓർത്തതുപോലെ ആ സിമിലാരിറ്റി, ആദമിൻ്റെ പാപം അനേകരെ, എല്ലാവരെയും ബാധിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം അനേകർക്ക് അത് ലഭിക്കാനിടയായി മാറി. ഇന്ന് സന്ധ്യയിലെ ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോൾ ആ അനേകരുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെട്ടെന്നുള്ളത് എത്ര ഭാഗ്യമാണ്. അവിടെ കൊണ്ട് ആ ഭാഗ്യം തീരുകയല്ല. പൗലോസ് അവിടെ പറഞ്ഞു, ഇത് ആ ലംഘനത്തിൻ്റെ കാര്യവും കൃപയുടെ ദാനത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. ഇവിടെ പൗലോസ് പറയുന്നു, അത് അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞു. അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞു. ഹൗ മച്ച് മോർ. വീണ്ടും ആ പദം പറയും. ഞാൻ ഒന്ന് വിശദീകരിച്ചോട്ടെ, കാരണം എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ച ഒരു പ്രയോഗമാണ്, ഒരു പഠനമായിരുന്നു അത്. ഞാൻ ഒന്നും മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. നോക്കുക, ക്രിസ്തു മരിക്കുമ്പോൾ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ക്രിസ്തു മരിക്കുമ്പോൾ, ഒരു നിമിഷം തോർത്തേ, നമ്മൾ പാപികളായി തീർന്നു. ആദം പാപം ചെയ്തു.
തിരിച്ചാദമിനെ ആ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയല്ല ചെയ്തത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആദം പാപം ചെയ്തപ്പോൾ യേശുക്രിസ്തു മരിച്ചിട്ട് ആദം പാപം ചെയ്യുന്നതിന് മുമ്പുള്ളൊരു സ്ഥിതി, ആ സ്ഥിതിയിലേക്ക് ആദമിനെ കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത്. ഇവിടെ വായിക്കുന്നു, ആ കൃപയുടെ ദാനം ലഭിക്കുന്നവർക്ക് മച്ച് മോർ, അതിലുപരി ലഭിച്ചു. എങ്ങനെയാണ് ഉപരി ലഭിച്ചത്? പഴയ നിമിത്തരേടുകളിലേക്ക് പോകാം. 1-2 ഭാഗം ഞാൻ എടുത്ത് കാണിക്കാം സഹോദരന്മാരെ. നമുക്കതിലുപരിയായിട്ട് ലഭിച്ചു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, പറയാൻ പാടില്ല, പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദമിനെ ക്രിസ്തു മൂലം ആദമിൻ്റെ സന്തതികളെ വീണ്ടെടുത്തപ്പോൾ പാപം ചെയ്യാതിരുന്നാൽ കിട്ടാവുന്ന അനുഗ്രഹത്തിൽ കൂടുതൽ കിട്ടി. അങ്ങനെ പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമോ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പം പഠിപ്പിക്കുന്നു, ഏകൻ്റെ ലംഘനം പോലെയല്ല, ഈ കൃപയുടെ ദാനം ലഭിച്ചവർക്ക് ഇത് ഏറ്റവും അധികം കവിഞ്ഞു, മച്ച് മോർ. 2 ഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 1, ലേവ്യ പുസ്തകം 5-ാം അധ്യായം. 2ഉം ദൈവജനത്തിന് എഴുതിയ ഭാഗമാണ് ഈ പുസ്തകം. അവിടെ 1 അകൃത്യാഗത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ അകൃത്യം ചെയ്തു, പാപം ചെയ്തു. അകൃത്യം ചെയ്താൽ അതിൻ്റെ പരിഹാരം അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പരിഹാരം നോക്കാട്ടെ. ഞാൻ ലളിതമായിട്ടൊക്കെ പറയാം. ദൈവത്തോട് അതിക്രമം ചെയ്യും, മനുഷ്യനോട് അതിക്രമം ചെയ്യും. പക്ഷേ ഈ അതിക്രമം ചെയ്തതിൻ്റെ പരിഹാരമാണ് യാഗമർപ്പിക്കുക. യാഗമർപ്പിച്ചാൽ പോരാ. 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നോക്കിയാട്ടെ. 16-ാം വാക്യം അവന് വേണ്ട. 15 തൊട്ട് വായിക്കാം. ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമണം ചെയ്ത് പിഴച്ചെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിയമിക്കുന്ന വിലയ്ക്കുള്ള ഊനമില്ലാത്ത ആട്ടുകൊറ്റനെ അകൃത്യാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. പാപത്തിൻ്റെ ഗുരുത്വം ഘനമനുസരിച്ച് ഒരാട്ടുകൊറ്റനെ കൊടുക്കണം. അത് മതിയല്ലോ അകൃത്യാഗത്തിന്? പോരാ. അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത് നോക്കിയാട്ടെ 16-ാം വാക്യം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് 5-1 കൂട്ടി പുരോഹിതന് കൊടുക്കണം. എന്തിനാ ദൈവം ഇത് എഴുതി വെച്ചത്? ഒരാൾ ദൈവത്തിന് കൊടുക്കേണ്ട 10 ഇടങ്ങഴി ഗോതമ്പങ്ങ് മോട്ടിച്ചു, കൊടുത്തില്ല. ഇസ്രായേലിന് ദശാംശം കൊടുക്കണം, ഇസ്രായേലിന് പലതും കൊടുത്തേ ഒക്കത്തുള്ളൂ. 10 ഇടങ്ങഴി ഗോതമ്പ് കൊടുക്കണം, അവൻ കൊടുത്തില്ല. അവൻ അതുകൊണ്ടങ്ങ് പോയി, അവനെടുത്തു സ്വന്തം ആവശ്യത്തിന്, ദൈവത്തിന് കൊടുത്തില്ല. പക്ഷേ പാപത്തെക്കുറിച്ച് ബോധമുണ്ടായി, തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായി. അതിന് പരിഹാരം വരുത്തുവാൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ദേവാലയത്തിൻ്റെ തൂക്കപ്രകാരം ആട്ടുകൊറ്റനെ കൊടുത്തു. പോരാ, അവൻ മോഷ്ടിച്ചെടുത്ത മുതൽ കൊടുക്കണം. 10 ഇടങ്ങഴിയും തിരിച്ചു കൊണ്ട് കൊടുത്തു. അവിടെ കൊണ്ടും തീർന്നില്ല. അതിൻ്റെ കൂടെ എത്ര കൂടെ കൊടുക്കണം? 5-1 കൂടെ കൊടുക്കണം. ഏതാണ്ട് 20%. അവൻ 10 ഇടങ്ങഴിയുടെ 20% ഏതാണ്ട് 2 ഇടങ്ങഴിയോടെ കൊടുക്കണം. അപ്പോൾ എത്ര മൊത്തം തിരിച്ചു കൊടുക്കേണ്ടേ? 12 ഇടങ്ങഴി. ഞാൻ ചോദിച്ചോട്ടെ, പാപം ചെയ്യാതെ അകൃത്യം ചെയ്യാതിരുന്നെങ്കിൽ ദേവാലയത്തിന് കിട്ടുന്നത് 10 ഇടങ്ങഴിയുള്ളൂ. ഇപ്പോൾ പാപം ചെയ്തത് കൊണ്ട് ദേവാലയത്തിൽ എത്ര കിട്ടി? 12 ഇടങ്ങഴി. തിരിച്ചെടുക്കാം. മനുഷ്യനുള്ള ബന്ധത്തിൽ നിന്ദിച്ചാട്ടെ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ കൂട്ടുകാരനോട് പിഴച്ചു, കൂട്ടുകാരനോട് തെറ്റ് ചെയ്തു. 6-ാം അധ്യായം അത് ഈ പറഞ്ഞ പോലെ തന്നെ ഊനമില്ലാത്തതിനൊക്കെ കൊടുക്കണം. 5-ാം വാക്യം വരുമ്പോൾ മുതലിനോട് 5-1 കൂട്ടി പകരം കൊടുക്കണം. ഒരുത്തൻ എന്നെ പറ്റിച്ചുകൊണ്ട് പോയി. പക്ഷേ അവന് പാപബോധമുണ്ടായി, തിരിച്ച് പാപപരിഹാരം നടത്തി അവൻ എന്നെ തിരിച്ചു തരുമ്പോൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി, എൻ്റെ മുതലിനോടുകൂടെ 5-1 കൂടെ കൂട്ടിത്തന്നു. അപ്പോൾ എനിക്ക് നേട്ടം ഉണ്ടായോ? ഉണ്ടായി. എനിക്ക് നേട്ടമുണ്ടായി. സഹോദരന്മാരെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഉപരിയായിട്ടുള്ളൊരു സത്യമാണ്. ക്രിസ്തുവിൻ്റെ ആ കാൽവറി ക്രൂശിൻ്റെ മരണം മൂലം എന്നെ വീണ്ടെടുത്തപ്പോൾ പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യന് ലഭിച്ചിരുന്ന അനുഗ്രഹങ്ങളെക്കാട്ടിൽ അധികം അനുഗ്രഹം ലഭിച്ചു മനുഷ്യൻ. അതാണ് കൃപയുടെ അത്യന്തതലം. ഞാൻ ഇതിന് ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചപ്പോൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി ഭൂമിയെ അടക്കി വാഴുവാനായിട്ട് ആവശ്യപ്പെട്ടു. യേശുക്രിസ്തു മൂലം വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഭൂമിയെ മാത്രമാണോ വാഴാൻ പോകുന്നത്? സകലത്തിൻ്റെയും അധിപന്മാരായി മാറാൻ പോകുകയാണ്. ആണോ? അതല്ലേ. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. യേശുക്രിസ്തു മൂലം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ സാദൃശ്യം രൂപമാണോ എങ്ങനെ ആക്കാൻ പോകുന്നത്? അവനെ കാണുമ്പോൾ
അവനെ പോലെ തന്നെ. അനുഗ്രഹം കൂടുതലുണ്ടോ? ഉണ്ട്. അനുഗ്രഹം കൂടുതലുണ്ട്. ദൈവത്തിന് മാത്രമല്ല മനുഷ്യനും നേട്ടമുണ്ടായി. ക്രൂശിലെ രക്തം, ക്രൂശിലെ വീണ്ടെടുപ്പ് നമുക്ക് സാധിപ്പിച്ചു തന്നത് ഇവിടെ രേഖപ്പെടുത്തിയ പോലെ കൃപയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ എത്രയധികം, ഹൗ മച്ച് മോർ. വേറൊരു കാര്യം കൂടെ എടുക്കാം. പഴയ നിയമത്തിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചാട്ടെ. ഈ ഭാഗം ഒന്ന് വിശദമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് പോലെ എടുക്കണം എന്ന് മനസ്സിൽ പലപ്പോഴും പ്രേരണ തോന്നിയിട്ടുള്ളൊരു ഭാഗമാണ്. ലേവ്യ പുസ്തകത്തിൽ വീണ്ടും നോക്കിക്കാട്ടെ, 14-ാം അധ്യായം. നമുക്കറിയാം പാപത്തിൻ്റെ പ്രതീകം 2 ടൈപ്പ് ഉണ്ട് പഴയ നിയമത്തിൽ. ഒന്ന് കുഷ്ഠരോഗം, മറ്റൊന്ന് പുളിപ്പ്. കുഷ്ഠരോഗി എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന് അല്ലെങ്കിൽ അവനെ സൗഖ്യമാക്കുവാൻ ഒന്നും പറഞ്ഞിട്ടില്ല പഴയ നിയമത്തിൽ. മരണത്തിന് തുല്യമാണ് കുഷ്ഠരോഗം, അറിയാമോ? പഴയ നിയമത്തിൽ കുഷ്ഠരോഗം പിടിച്ചാൽ മരിച്ചതിന് തുല്യമാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അങ്ങോട്ട് കർത്താവിൻ്റെ മലമ്പ്രഭാഷണം തുടങ്ങിയ പ്രഭാഷണം കഴിഞ്ഞവൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യം അവൻ കാണുന്നത് കുഷ്ഠരോഗിയെ. ആ കുഷ്ഠരോഗി അവൻ സുഖപ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ റബിമാരുടെ കൂട്ടല്ല അവൻ, മരിച്ചവനെ ഉയർക്കുന്നതിന് തുല്യമാണ് ഈ പഠിപ്പിച്ച ഈ കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ. മരണത്തിന് തുല്യമായിരുന്നു ആ കുഷ്ഠരോഗി. ഇവിടെ ഈ നമ്മൾ ഓർക്കണം കുഷ്ഠരോഗിയുടെ സ്ഥിതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവന് വീട് വിട്ട് മാറി കുടുംബത്തിൽ പാർക്കാൻ നിവൃത്തിയില്ല. അവൻ്റെ പാളയത്തിൻ്റെ ഉള്ളിൽ, ഇസ്രായേൽ പാളയത്തിനുള്ളിൽ പാർക്കാൻ നിവൃത്തിയില്ല. അവനെ അവിടെ നിന്ന് കട്ട് ഓഫാണ്. ആ അശുദ്ധിയുള്ളൊരു സ്ഥലത്ത് മാറിക്കിടക്കുകയാണ്. കുഷ്ഠരോഗികൾ മാത്രം. ആരെങ്കിലും ദൂരെ നിന്ന് കണ്ടാൽ അവർ മുഖം മറച്ചിട്ട് വിളിച്ചു പറയും, അശുദ്ധൻ അശുദ്ധൻ, മാറിപ്പോകണം, അടുത്തു വരാൻ നിവൃത്തിയില്ല. ഒരു പാപി ദൈവസന്നിധിയിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് ഒരു കുഷ്ഠരോഗിയെ ഇവിടെ പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ കുഷ്ഠരോഗിയെ ദൈവം സുഖപ്പെടുത്തി. 14-ാം അധ്യായം നോക്കിയാട്ടെ. 14-ാം അധ്യായത്തിൻ്റെ 14 തൊട്ടുള്ള വാക്യം നോക്കണേ. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14 തൊട്ടുള്ളൊരു വാക്യം. സഹോദരന്മാരെ, അവന് സുഖപ്പെട്ട് കഴിയുമ്പോൾ അവനെ എങ്ങനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ പുരോഹിതൻ അകൃത്യാഗത്തിന് രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നതിൻ്റെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലിലും പുരട്ടണം. കേട്ടോ? കരപൂരണത്തിൻ്റെ യാഗപീഠത്തിൻ്റെ മൃഗം, അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ ചോരയെടുത്തിട്ട് ആ കുഷ്ഠരോഗം സുഖപ്പെട്ട ഭാവിയുടെ വലത്തെ കാതിൽ അത് പുരട്ടണം, വലത്തെ കൈവിരലിൽ പുരട്ടണം, വലത്തെ കാലിൻ്റെ പെരുവിരൽ പുരട്ടണം. തീർന്നില്ല. പിന്നെ 15-ാം വാക്യം, പിന്നെ പുരോഹിതൻ എണ്ണ കുറയെടുത്ത് ഇടത്തെ കൈയുടെ ഉള്ളൽക്കാലിൽ ഒഴിച്ച് പുരോഹിതൻ ഇടം കൈയിലുള്ള എണ്ണയിൽ വലം കൈയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് 7 പ്രാവശ്യം യഹോവയുടെ തളിച്ച ശേഷം വലത്ത് കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലും പുരട്ടണം. ആദ്യം ചോര പുരട്ടണം ഈ 3 സ്ഥലത്ത്, പിന്നെ അതിൻ്റെ പുറത്ത് എണ്ണ പുരട്ടണം. അഭിഷേക ഈ വിശുദ്ധ തൈലം പുരട്ടണം. ഇനി നമുക്ക് നോക്കാം 8-ാം അധ്യായം നോക്കിക്കാട്ടെ. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നോക്കി. 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. 23-ാം വാക്യം. മോശ അതിൻ്റെ രക്തം കുറെയെടുത്ത് അഹരോൻ്റെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലിലും പുരട്ടി. അവൻ അഹരോൻ്റെ പുത്രന്മാരെ വരുത്തി. ശുശ്രൂഷ താഴോട്ട് പോവുകയാണ്. 27-ാം വാക്യം. കയ്യിൽ വെച്ച് യഹോവയുടെ നീരാജനം ചെയ്യണം. അതിൻ്റെ 30-ാം വാക്യം. അഭിഷേകതലി യാഗപീഠത്തിൻ്റെ കുറെയെടുത്ത് അഹരോൻ്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും പുത്രന്മാരുടെ മേലും പുരട്ടണം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇസ്രയേലിൽ മഹാപുരോഹിതനും പുരോഹിതന്മാരെയും ശുശ്രൂഷിക്കുമ്പോൾ ഈ 8-ാം അധ്യായത്തിൽ കരപൂരണയാഗം എന്ന് പറഞ്ഞാൽ കോൺസിക്രേഷൻ, സാക്രിഫൈസ് ഓഫ് കോൺസിക്രേഷൻ. അവരെ സമർപ്പിക്കുന്ന യാഗമാണ്, അവരെ പുരോഹിതന്മാരാക്കി തീർക്കുന്ന യാഗമാണ്. ആ യാഗം അർപ്പിക്കുമ്പോൾ അതിൻ്റെ ചോരയെടുത്ത് ഈ കാതിൽ പുരട്ടി, കൈയുടെ പെരുവിരലിൽ പുരട്ടി, കാലിൻ്റെ പെരുവിരലിൽ പുരട്ടി. എന്തിനാ? അവരെ വേർതിരിക്കുകയാണ്. ആ ചെവി
ദേവാലയത്തിലുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ. അതുവരെ ലോകത്തിലെ ശബ്ദം കേട്ടു. എന്നാൽ അന്ന് തൊട്ട് ദേവാലയത്തിൻ്റെ ഈ യാഗമൃഗങ്ങളുടെ കരച്ചിലും അവിടെയുള്ള ഈ സംഗീതങ്ങളും ദൈവത്തെ ആരാധിക്കുന്ന ശബ്ദങ്ങളും കേൾക്കുവാൻ അവരുടെ കാതുകൾ ചോര പുരട്ടി വേർതിരിച്ചു. അവരുടെ വലത്തെ കരം അവരുടെ സമർപ്പണത്തെ കാണിക്കുകയാണ്. ആ കരം ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു. അവരുടെ കാല് ആ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നടക്കുവാൻ വേണ്ടി അവരെ തന്നെ വേർതിരിച്ചു. ഇസ്രയേലിൽ മറ്റാർക്കും ഈ ശുശ്രൂഷയില്ല, മറ്റാർക്കും ഈ പദവി ലഭിക്കുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ ഒരു കൂട്ടർക്കേ ഉള്ളിൽ കിട്ടുന്നത് ആർക്കാണെന്നറിയാമോ? സ്തോത്രം. കുഷ്ഠരോഗി സുഖപ്പെട്ട അവന് കിട്ടും. ഇസ്രയേലിൻ്റെ മഹാപുരോഹിതനും ഇസ്രയേലിൻ്റെ പുരോഹിതന്മാർക്ക് കിട്ടുന്ന ഈ ശുശ്രൂഷ അത് ലഭിക്കുന്നത് പിന്നെ ആർക്കാണെന്നറിയാമോ? ഒരു കുഷ്ഠരോഗി സുഖപ്പെട്ടാൽ അവൻ ഇതുപോലെ കാതലും കയ്യലും ഒക്കെ പെരട്ടും. എന്തോ ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സാധാരണ യഹൂദന് കിട്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സൗരി സൗരന്മാരെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത, ഒരു വിശുദ്ധന് വേണ്ടി ചെയ്ത, നമ്മളിവിടെ വായിച്ചതുപോലെ ആ 15-ാം വാക്യത്തിൽ, റോമർ 5:15 വാക്യത്തിൽ, യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനം ഏറ്റവും അധികം കവിക്കും. ഹൗ മച്ച് മോർ. വെറും ഒരു സാധാരണക്കാരനായിരുന്ന ഞാൻ പാപിയായ എന്നെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചത് ഹൗ മച്ച് മോർ. തീരുന്നില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും കാണാം എത്രയധികം കൃപയുടെ ധനം. മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവത്തിൻ്റെ. ആദമിൻ്റെയും നമ്മൾ ഓർത്തതുപോലെ 15-ാം വാക്യത്തിൽ വായിച്ച പോലെ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഇത് സമൃദ്ധമായ ജീവൻ്റെ ഉടമകളാക്കി നമ്മളെ തീർത്തു. നമ്മൾ എത്രയോ നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ ഓർക്കണം, അതിൻ്റെ 15-ാം വാക്യത്തിൽ വീണ്ടും ഓർക്കണം, ഏകൻ്റെ ലംഘനം അവന് സ്വയമായി അത് ചെയ്തെങ്കിൽ ക്രിസ്തുവിൻ്റേത് അവൻ സ്വയമായി യാഗമായി അർപ്പിച്ചുകൊണ്ടാണ്. ഏകൻ്റെ ലംഘനം, ഏകൻ്റെ അനുസരണം നമ്മൾ അല്പം കൂടെ കഴിയുമ്പോൾ വായിക്കുന്നുണ്ട്. 16-ാം വാക്യം നോക്കാം. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പന ഹേതുവായെങ്കിൽ കൃപാപരമോ അനേക ലംഘനങ്ങളുടെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. അത് നീതീകരണ വിധിക്ക് ഹേതുവായി മാറി. അവിടെ കൊണ്ടും തീരുന്നില്ല. അതിൻ്റെ എഫക്റ്റിനെ പറയാം, വിഭിന്നമായ എഫക്റ്റ്. വീണ്ടും വായിക്കുന്നു 17-ാം വാക്യം. ഏകൻ്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവൾ യേശുക്രിസ്തുവിൻ്റെ ഏക നിമിത്തം ഏറ്റവും അധികമായ ജീവനിൽ വാഴും. ആ വാക്യം ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാം. An abundance of grace and the gift of righteousness. ഇംഗ്ലീഷിൽ വായിക്കുന്നത് അങ്ങനെയാണ്. The abundance of grace and the gift of righteousness. നല്ല വാക്യം ഒന്ന് വിലയിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ വിലയിരുത്തേണ്ടത്? ആ 17-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഏകൻ്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു. മരണം വാഴുകയായിരുന്നു നമ്മുടെ മേൽ മരണം വാഴുമ്പോൾ നമ്മളാരാ? പ്രജകളാണ്. മരണത്തിൻ്റെ പ്രജകളാണ്. ഒരാൾ വാഴുന്നു, ഒരു മൊണാർക്ക്, ഒരു രാജാവ് വാഴുമ്പോൾ നമ്മളാരാ? അതിൻ്റെ കീഴിലുള്ള പ്രജകളാണ്. മരണം നമ്മളെ വാഴുകയായിരുന്നു. മരണഭയം, മരണം വാഴുകയാണ്. നമ്മൾ ആ സാമ്രാജ്യത്തിൽ പ്രജകളായിരുന്നു. എന്നാൽ അടുത്തൊന്ന് നോക്കിയാട്ടെ. എത്ര കർത്താവിനെ സ്തുതിക്കണം. ഒന്ന് നോക്കിയാട്ടെ. എങ്കിൽ കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്ന യേശുക്രിസ്തു ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അതിൻ്റെ ഡിഫറൻസ് കണ്ടോ? നമ്മളെ മരണത്തിൻ്റെ വാഴ്ചയിൽ നിന്ന് വിടുവിക്കുകയല്ല, നമ്മളെ അവിടെ ഒന്ന് വിടുവിക്കുകയല്ല. നമ്മളെ പാകിസ്ഥാൻകാരൻ ഭരിച്ചുകൊണ്ടിരുന്നു, അവിടെ നമ്മളെ വിടുവിക്കുകയല്ല. നമ്മളെ ആരാക്കി? നമ്മളെ ഭരിക്കുന്നവരാക്കി. നമ്മളെ അവിടെ നിന്ന് വിടുവിക്കുക മാത്രമല്ല, നമ്മളെ ഭരിക്കുന്നവരാക്കി മാറ്റി. ക്രിസ്തു ചെയ്തതാണ് ഇവിടെ വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അവൻ്റെ കൃപയുടെ ദാനത്തിൻ്റെ സമൃദ്ധി ലഭിച്ചപ്പോൾ നമ്മളെ ആരാക്കി? ജീവനിൽ വാഴുന്നവരാക്കി. ആ കോൺട്രാസ്റ്റ് കണ്ടോ? ഒരിക്കൽ നമ്മൾ പ്രജകളായിരുന്നു, ഇന്ന് നമ്മൾ വാഴുന്നവരാണ്. ആ വാഴ്ച എങ്ങനെയാണ്? ജീവനിൽ വാഴുന്നു. വി ആർ റീനിങ് ഇൻ ലൈഫ്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ജീവനിൽ വാഴുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ബുദ്ധിമുട്ടുകളില്ലേ നമുക്ക്? ഉണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്,
നമ്മളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നെങ്കിലും ദൈവമക്കള് തകർന്നു പോവുകയല്ല, അവർ താളടിയാകുകയല്ല. അവരെന്താ ചെയ്യുന്നത്? ഇതിനെല്ലാം ഉപരിയായി വാഴുകയാണ്. രോഗമുണ്ട്, രോഗത്തിന് മേൽ വാഴുന്നു. നമ്മുടെ സഹോദരിമാർ, ഇപ്പോഴും ഒരു സഹോദരി മരിച്ചു, ക്യാൻസർ വന്ന് മരിച്ചു. അവർ ആ ക്യാൻസറിനോട് പോരാടിയപ്പോൾ പുഞ്ചിരിയോടുകൂടെ നമ്മൾ ഓർക്കണം, ജീവനിൽ വാഴുകയായിരുന്നു. സന്തോഷത്തോടെ ആ കർത്താവിൻ്റെ അടുക്കലോട്ട് പോകുവാൻ തയ്യാറായി. എന്തൊരു വ്യത്യാസമായത്! എന്തൊരു വ്യത്യാസം! മനുഷ്യൻ ഭയന്ന് മരണത്തിൻ്റെ പ്രജകളായി കഴിഞ്ഞ് അവർക്ക് ഒന്നും ആശയില്ലാതെ കിടന്ന മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ നീതി എന്ന സമൃദ്ധി ലഭിച്ചപ്പോൾ അവരെ ജീവനിൽ വാഴുന്നവരാക്കി. റീനിങ് ഇൻ ലൈഫ്. ഞാനും നിങ്ങളും ജീവനിൽ വാഴുന്നവരാണ്. പ്രതികൂലങ്ങളിൽ തകരാതെ, പ്രതിബന്ധങ്ങളിൽ തകർന്നു പോകാതെ, രോഗങ്ങളിൽ അടിയറ പറയാതെ നമ്മൾ ജീവനിൽ വാഴുന്നവരായി. വാർദ്ധക്യം വരുന്നു, ക്ഷീണം വരുന്നു, ബലഹീനത വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. ഇല്ലില്ല, ഞങ്ങൾ അണിഞ്ഞു പോവുകയല്ല, ഞങ്ങൾ വാഴുന്നവരായി ഞങ്ങൾ തീരുകയാണ് ക്രിസ്തു മൂലം. നമ്മളിവിടെ വായിച്ചതുപോലെ ഇതെല്ലാം ഓർക്കണം. നമ്മൾ വായിച്ച പോലെ നീതി സമൃദ്ധി ലഭിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ ആ സമൃദ്ധമായ ദാനം. എത്ര അനുഗ്രഹം! 18-ാം വാക്യം നോക്കിയാട്ടെ. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകരണമായ നീതീകരണം വന്നു. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നുവെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ഏകൻ്റെ അനുസരണക്കേട്, ഏകൻ്റെ അനുസരണം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 തൊട്ടുള്ള വാക്യം നമുക്ക് വളരെ പ്രസിദ്ധമായ വാക്യം. എന്താ അവിടെ വായിക്കുന്നത്? ദൈവത്തോടുള്ള സമത്വം മുറുപിടിച്ചുകൊള്ളാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദാസവേഷമെടുത്ത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായി. കർത്താവിൻ്റെ അനുസരണം എന്ന് നോക്കി. എന്തൊരനുസരണം! എങ്ങനെ അനുസരിച്ചു! ഇത്രമാത്രം. ചിലപ്പോൾ ഞാൻ ഓർക്കും, എങ്ങനെ അനുസരിക്കാൻ കഴിഞ്ഞു കർത്താവിന്? ഇതെല്ലാം അനുസരിക്കാൻ കഴിഞ്ഞു, ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ. ഒരു കാര്യം ഞാനൊന്ന് കാണിക്കാം. പഠിച്ചതാണെങ്കിലും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. കർത്താവിനെ ഓർക്കുമ്പോൾ ഞാനതൊക്കെ ഓർക്കും. ഈ കർത്താവ്, അവൻ്റെ അനുസരണത്തെ ഞാനൊന്ന് കാണിക്കാം. ഓരോ ന്യായപ്രമാണവും ലംഘിക്കാതെ, ഓരോ ന്യായപ്രമാണവും ലംഘിക്കാതെ കർത്താവ് അനുസരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം നോക്കിയാട്ടെ. മാത്യു ചാപ്റ്റർ 26. സോന്മാരെ, നമ്മുടെ കർത്താവായി വചനം മുഴുവൻ, യേശുക്രിസ്തു ബഹുത്വമാണ് ഈ തിരുവചനത്തിൻ്റെ ഏടുകളിൽ മുഴുവൻ. നോക്കുക, അതിൻ്റെ 26-ാം അധ്യായം, കർത്താവിൻ്റെ ക്രൂശ് മരണ സമയം. 26-ാം അധ്യായത്തിൻ്റെ 62 തൊട്ടുള്ള വാക്യം നോക്കിക്കാട്ടെ. 62 തൊട്ടുള്ള വാക്യം. മഹാപുരോഹിതന്മാർ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരം പറയുന്നില്ലയോ? അവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറയാൻ ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് പറയുന്നു. യേശുവിനോട്, ഞാനാകുന്നു. ഇതിനു മുമ്പത്തെ കാര്യം കണ്ടോ? കർത്താവിനെ കെട്ടി, കർത്താവിനെ അന്നാസിൻ്റെ കയ്യിൽ കൊണ്ടുപോയി, അതിൻ്റെ ശേഷം കയ്യഫാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി, അതിൻ്റെ ശേഷം സനീന്ദ്ര സഭയുടെ മുന്നിൽ കൊണ്ടുപോയി, അതിൻ്റെ ശേഷം അവനെ പീലാത്തോസിൻ്റെ മുന്നിൽ കൊണ്ടുപോയി. പീലാത്തോസ് നോക്കപ്പോഴും മിണ്ടുന്നില്ല. എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്ന് നിനക്കറിയില്ലയോ എന്ന് ചോദിച്ചു. മഹാപുരോഹിതൻ്റെ അടുക്കൽ വീണ്ടും വന്നു, മിണ്ടുന്നില്ല. പക്ഷെ മഹാപുരോഹിതൻ മിണ്ടാതിരുന്നപ്പോൾ ഒരു കാര്യം ചോദിച്ചു. ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ? കർത്താവ് അവിടെ വാ തുറന്നു. കർത്താവ് എന്തിനാ അവിടെ വാ തുറന്നേ? കർത്താവ് മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ന്യായപ്രമാണം ലംഘിച്ചേനെ. ലേവ്യ പുസ്തകം നോക്കിയാട്ടെ, 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ലേവ്യ പുസ്തകം 5:1. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയെ കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ, കർത്താവ് ഈ മഹാപുരോഹിതൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നെങ്കിൽ കർത്താവ് കുറ്റക്കാരനായനെ, ന്യായപ്രമാണം ലംഘിച്ചേനെ. കാരണം ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, മഹാപുരോഹിതനും ന്യായാധിപന്മാർക്കും സത്യമിട്ട് ചോദിച്ചാൽ അവരറിയുന്ന കാര്യം പറഞ്ഞേ ഒക്കത്തുള്ളൂ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ?
ഞാനാകുന്നു. അവിടെയും ന്യായപ്രമാണം ലംഘിച്ചില്ല. മൈന്യൂട്ട് ആ ന്യായപ്രമാണം വരെ കർത്താവ് അനുസരിക്കുകയാണ്. എത്ര മഹൽ പുരുഷനാണ്! അവൻ്റെ ന്യായപ്രമാണത്തിൻ്റെ, അവൻ്റെ അനുസരണത്തിൻ്റെ മഹത്വം നമ്മൾ ഇപ്പം വായിച്ചതുപോലെ. ഏകൻ്റെ അനുസരണക്കേട്, എന്നാൽ അടുത്തായിട്ട് വായിച്ചത് ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിരുന്നു. എന്നാൽ ലംഘനം പെരുകേണ്ടത് ന്യായപ്രമാണം ഇവിടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാവം പെരുകിയത് കൃപ അത്യന്തം വർദ്ധിച്ചു. എന്നാൽ ലംഘനം പെരുകേണ്ടത് ന്യായപ്രമാണയിൽ ചേർന്ന് വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു നിവൃത്തിയുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേഴ്സാകുകയാണ്. അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ നടക്കുകയാണെന്ന് മനസ്സിലാക്കുകയാണ്. എന്തിനാണ്? ക്രിസ്തുവിലേക്ക് മടങ്ങി വരാൻ, ഒരു രക്ഷാമാർഗം അന്വേഷിപ്പാൻ, മനുഷ്യൻ ആ സെൽഫ് കോൺഫിഡൻസിൽ നിന്ന് എഴുന്നേൽപ്പാൻ അവന് ഈ ന്യായപ്രമാണം കൂടെ ചേർന്ന് വന്നതിൻ്റെ കാരണം അതനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യനറിയാം നടക്കില്ല. ഇത് ഡീറ്റെയിൽ ആയിട്ട് 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോവുക. 7-ാം അധ്യായം അത് നമ്മളെ പഠിപ്പിക്കും. ബാക്കി ഒരു വാക്യം കൊണ്ടുണ്ട് നമ്മൾ നോക്കാം. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവേ യേശു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത്. സൗരിസന്മാരെ, നമ്മൾ ക്രിസ്തുവിലാണ്. നാം ക്രിസ്തുവിലായി മാറിയത് ദൈവം മൂലമാണ്. കൊരിന്ത്യർ ലേഖനം എടുക്കാം. ആ വാക്കൂടെ വായിച്ചാൽ നിർത്തട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വാക്യം, പലപ്പോഴും ആരാധനയ്ക്ക് ഞാൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഓഫ് ഗോഡ് ആർ ഇൻ ക്രൈസ്റ്റ്, ബിക്കോസ് ഓഫ് ഗോഡ് യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നത് ദൈവം മൂലമാണ്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദമിലല്ല, ഞാൻ ക്രിസ്തുവിലാണ്. ഞാൻ ക്രിസ്തുവിലായത് മൂലം ഇവിടെ വായിക്കുന്ന പോലെ അവന് എനിക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി. സ്വർഗം പിതാവായ ദൈവം എന്നെ മുന്നമേ കണ്ടു. സങ്കീർത്തനങ്ങളിൽ വായിക്കുന്ന പോലെ എന്നെ ഈ ലോകത്തിൽ ജനിപ്പാൻ ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുക മാത്രമല്ല, എന്തൊരു ദൈവത്തിൻ്റെ ചിന്തകളാണ്! എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര വലുതാണ്! ഇവിടെ 138-ാം സങ്കീർത്തനത്തിൻ്റെ ഞാൻ ആ ഭാഗം കൂടെ മനസ്സിൽ ഓടി വന്നതുകൊണ്ട് ഞാനതുകൂടെ പറഞ്ഞങ്ങ് നിർത്തട്ടെ. 138-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. The Lord will perfect that which concerns me. The Lord will fulfill what He has purpose for me. എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത് അവൻ നിർവഹിക്കും. എന്നിട്ട് 139-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ 13 തൊട്ടുള്ള വാക്യം. നീയല്ലോ എൻ്റെ അന്തരത്തിൽ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. അതിൻ്റെ അർത്ഥമൊക്കെ യു ഹാവ് എംബ്രോയിഡഡ് മീ ഇൻ മൈ മദേഴ്സ് വൂം. അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ എംബ്രോയിഡ് ചെയ്തെടുത്തത് നിൻ്റെ കരമാണ്. എൻ്റെ DNA തന്ന്, ഈ നിറം തന്ന്, എനിക്ക് ഈ വ്യക്തിത്വം തന്ന്, എന്നെ ഒരു മനുഷ്യനായി സൃഷ്ടിച്ചത് നിൻ്റെ കരമാണ്. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നീ എന്നെ നിർമ്മിച്ചു. എന്നെ സൃഷ്ടിക്കുക മാത്രമല്ല, അതിൻ്റെ 16-ാം വാക്യം, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെക്കുറിച്ചുള്ളത് നീ എഴുതുകയും ചെയ്തു. ജോൺ ബി തോമസിനെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാനിവിടെ ജനിക്കുമ്പോൾ അതിനു മുമ്പ് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എൻ്റെ ശരീരം എങ്ങനെയിരിക്കണമെന്ന് അവൻ്റെ കരം എന്നെ മെടഞ്ഞെടുക്കുക മാത്രമല്ല, ജോൺ ബി തോമസ് ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് അവൻ നിർണയിച്ചു. എന്നിട്ട് പറയുക, എന്നെക്കുറിച്ചുള്ളത് എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദ ലോർഡ് വിൽ ഫുൾഫിൽ വാട്ട് ഹി ഹാസ് പർപ്പസ് ഫോർ മീ. എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചത് അവൻ നിർവഹിക്കും. നമ്മളെ എത്ര സ്നേഹിക്കുന്നു, എത്ര കരുതുന്നു. നമുക്ക് ലഭിച്ച രക്ഷ എത്ര വലുത്. നമ്മുടെ കർത്താവ് എത്രയോ സൗന്ദര്യവാൻ. അവൻ്റെ വലുപ്പം എത്രയോ വലുതാണ്. ആ കൃപയുടെ വലുപ്പം, നമുക്ക് ലഭിച്ച ആ കൃപയുടെ സമൃദ്ധി എത്ര വലുതാണ്. സൗന്മാരെ നമ്മൾ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ അത്ഭുതപ്പെടാൻ പോകുന്നത് ആ കൃപയുടെ വലുപ്പം കണ്ടിട്ടാണ്. ധന്യരാണ് നമ്മൾ. നമുക്ക് പ്രാർത്ഥിക്കാം.